ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി 25,000 മുകളിൽ പോയതിനു ശേഷം മൾട്ടിപ്പിൾ ടൈം താഴെ വന്നിട്ടുണ്ടായിരുന്നു. മറിച്ച് നിഫ്റ്റി 25,000 മുകളിൽ നിലയുറപ്പിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. എന്നാൽ 26,000 അതല്ല സ്ഥിതി. ആദ്യത്തെ ദിവസം ഇൻട്രാഡേ ഹൈ, അതായത് മിനിഞ്ഞാന്ന് ഇൻട്രാഡേ ഹൈ ആയിട്ടുള്ള 26,011 ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം 26,000 താഴെ ക്ലോസ് ചെയ്തു. ഇന്നലെ ആദ്യമായിട്ട് നിഫ്റ്റി 26,000 മുകളിൽ ക്ലോസിംഗ് നടത്തി. അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 26,000 മുകളിൽ ക്ലോസിങ്ങും 26,000 മുകളിൽ പോകുന്നതും രണ്ടും രണ്ടാണെന്ന്. ഇന്ന് 26,200 നിഫ്റ്റി ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിശക്തമായിട്ട് നിഫ്റ്റി മുകളിലേക്ക് പോകുമ്പോൾ ഇൻഡെക്സ് മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ ലോസിലാകുന്ന സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് കരുതി ഇൻഡെക്സ് മൂവ് ചെയ്യുന്നതിൽ ഒരു പ്രസക്തി ഇല്ല എന്ന് കരുതരുത്. കാരണം ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട്. നിഫ്റ്റി ബീസ് പോലെ, ബാങ്ക് ബീസ് പോലെയുള്ള സ്ക്രിപ്റ്റുകൾ ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്നതാണ്. ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് പോട്ടെ, സാധാരണ മൾട്ടി ക്യാപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ, ഫ്ലെക്സി ക്യാപ്പോ പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ ഈ ഒരു നിഫ്റ്റി 50 കമ്പനീസിൽ വെയിറ്റേജ് ഉണ്ട്. ഇതൊന്നും നമ്മൾ അക്യൂർ ചെയ്യാതെ താഴേക്ക് മാത്രം പോകുന്ന സ്റ്റോക്കുകൾ അക്യൂർ ചെയ്ത് പോർട്ട്ഫോളിയോ റെഡ് ആണെന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ, എപ്പോഴാണ് നമ്മൾ പറയുന്നത്? നിഫ്റ്റി 26,200 നിൽക്കുമ്പോഴാണ് നമ്മുടെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ റെഡ് ആണെന്ന് പറയുമ്പോൾ, ഈ ഒരു സ്റ്റേജിൽ നിന്ന് നിഫ്റ്റി ഒരു 5% 6% കറക്ഷൻ നടത്തിയാൽ എവിടെയായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ? നിഫ്റ്റി കറക്ഷൻ ചെയ്യാതെ ഓൾ ടൈം ഹൈ ആകുന്ന സമയത്ത് പോർട്ട്ഫോളിയോ റെഡ് ആണെങ്കിൽ നിഫ്റ്റി ഒരു 7% കറക്റ്റ് ചെയ്യുമ്പോഴുള്ള പോർട്ട്ഫോളിയോ ഒന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ വേണമെന്ന് പൊതുവേ ആളുകളെല്ലാം തന്നെ പറയുന്നത്. ITC പോലെയുള്ള കമ്പനീസ് ഒരേ സമയം നോട്ട്ബുക്ക്, ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ നോട്ട്ബുക്കും, അതേസമയം ആശീർവാദ ആട്ടയും, അതേസമയം ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റും അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ഡിമാറ്റിലൂടെ ഈ കാണുന്ന എല്ലാ സെക്ടറിലുള്ള സ്റ്റോക്കുകളും തീമാറ്റിക് ഫണ്ടുകളും എല്ലാം തന്നെ ഉള്ളപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് നമ്മളുടെ ചുമതലയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും പോർട്ട്ഫോളിയോ എല്ലാം തന്നെ റെഡ് ആണെങ്കിൽ അത് നമ്മളുടെ തന്നെ പോരായ്മയാണ്. 1-2 സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ഭൂരിഭാഗം സ്റ്റോക്കുകളോ റെഡ് ആയെങ്കിൽ കൂടിയും നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സ്റ്റോക്കുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവേ ഞാൻ പറഞ്ഞു വരുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഓപ്പണിംഗ് റേഞ്ച് തന്നെ ഒരു സമയത്ത് ലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 26,040. വീണ്ടും അതേ ലോ ടെസ്റ്റ് ചെയ്തു. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് ടെസ്റ്റ് ചെയ്തു. വീണ്ടും നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസാണ് മാരുതി, ഗ്രാസിം, ടാറ്റ മോട്ടോഴ്സ്, ശ്രീറാം ഫിനാൻസ്, M&M. അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് മാരുതി ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, M&M ഉണ്ട്. അപ്പോൾ മാരുതിയെല്ലാം തന്നെ 5%-ലേറെ റാലി രേഖപ്പെടുത്തി. ഫോൾ ആയിട്ടുള്ളത് ഫാർമ സെക്ടറിൽ നിന്ന് സിപ്ല, ONGC, L&T, ഹീറോ മോട്ടോ കോർപ്പ്, NTPC തുടങ്ങിയ കമ്പനീസാണ്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 6% ഇടിഞ്ഞ് 11, ഡോ ഫ്യൂച്ചർ 200 പോയിൻ്റ് അപ്പ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവ്. ഗോൾഡ് $2,668 ഇന്ന് $11 പെർ ഔൺസിന് ഉയർന്നു. അപ്പോൾ ഗോൾഡ്, ഫോർ എക്സാമ്പിൾ, ഗോൾഡെല്ലാം തന്നെ നമ്മൾ പലപ്പോഴായിട്ടും ഗോൾഡിൻ്റെ റേറ്റ് എത്രയോ കാലം മുമ്പ് ചാനലിൽ ഗോൾഡിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിലുള്ള റേറ്റുകളെല്ലാം തന്നെ പറഞ്ഞു വരുന്നുണ്ടല്ലേ. നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന 2,678 പെർ ഔൺസ് ഉള്ള ഗോൾഡ് നമ്മുടെ ചാനലിൽ തന്നെ 1,900 താഴെ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ, ഏതാനും നാളുകളായിട്ടില്ല. ഏറെക്കുറെ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം ഒരു 9 ദിവസം കൊണ്ട് ആണിപ്പോൾ ഏകദേശം ഒരു 1,200 പോയിൻറ്റിൻ്റെ ഗെയിൻ രേഖപ്പെടുത്തിയത്. അപ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് മാത്രം നമ്മൾ ബൈ ചെയ്താൽ പോലും മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പൊതുവെ പരാതി പറയുമ്പോൾ നമ്മളുടെ എവിടെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് റെക്ടിഫൈ ചെയ്യേണ്ട ഒരു ബാധ്യത നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം നാസ്ഡാക്ക് ഫ്ലാറ്റിൽ ട്രേഡ് അവസാനിപ്പിച്ചപ്പോൾ ഡോ ഏകദേശം ശക്തമായിട്ട് ഇടിഞ്ഞിരുന്നു. ഇന്ന് വൈകിട്ട് ഓൾമോസ്റ്റ് ഏകദേശം ഇന്ത്യൻ സമയം 7:30 US നിന്ന് GDP ഡേറ്റ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ US വിക്സ് സ്പൈക്ക് ആയത് 76%. ഇന്ത്യ വിക്സ് ഇപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 15 എന്ന റേഞ്ചിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് 11 എന്ന റേഞ്ചിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ത്യ വിക്സ്. അപ്പോൾ ഇന്നലെ US വിക്സ് മാത്രമായിരുന്നില്ല, യൂറോപ്യൻ മാർക്കറ്റ് 3 റെഡിലാണ് അടിച്ചിരുന്നത്. US മാർക്കറ്റ് 2 നാസ്ഡാക്ക് ഫ്ലാറ്റ് ആയിരുന്നപ്പോൾ ഡോ വലിയ തോതിൽ 400 പോയിന്റിലേറെ ഡോ ഫോളായിരുന്നു.
അപ്പോൾ അത് സംഭവിച്ചു. ഏഷ്യൻ മാർക്കറ്റിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ചൈന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റ് 4% റാലി രേഖപ്പെടുത്തി ഇന്നലെ അവധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏഷ്യൻ മാർക്കറ്റിൽ നിന്നുള്ളൊരു പിന്തുണ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ്. എങ്കിൽ കൂടിയും 26,000 മുകളിൽ പോയല്ലോ, എന്നാൽ പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കളഞ്ഞേക്കാമെന്ന് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ശരിയാണ്, FIs കഴിഞ്ഞ 3 ദിവസമായിട്ട് നെറ്റ് സെല്ലേഴ്സാണ്. പക്ഷേ ശക്തമായിട്ടുള്ള ഫണ്ട് ഇൻഫ്ലോ DIസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവേ ട്രെൻഡും BHE പോലെയുള്ള കമ്പനീസ് നിഫ്റ്റി 50യിലേക്ക് വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ ഇലക്ട്രോണിക്സ് കമ്പനി, ഇവർ തായ്വാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു PSMC എന്ന് പറഞ്ഞ ഒരു പ്രമുഖ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ചിപ്പ് നിർമ്മാണ കമ്പനിയാണ്. അപ്പോൾ അവരായിട്ട് ടൈപ്പ് ചെയ്ത് ഗുജറാത്തിൽ ചിപ്പ് നിർമ്മാണം ചെയ്യാനായിട്ടുള്ളൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ HSBC L&Tനെ ഡൗൺഗ്രേഡ് ചെയ്തു. L&T ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്യാനുള്ള പ്രമുഖ കാരണം ഇതാണ്. HDFC ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, HDFC ബാങ്ക് മെക്കർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു റേറ്റിംഗ് ഏജൻസി HDFC ബാങ്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഡെപ്പോസിറ്റ് കുറഞ്ഞേക്കാമെന്നാണ് ചിന്ത. അപ്പോൾ ഇതൊക്കെ പ്രസക്തി ഉണ്ട്, കാരണം നമ്മുടെ Q2 റിസൾട്ട് നെക്സ്റ്റ് മന്ത് മിഡിലോട് കൂടിയിട്ട് വരികയാണ്. അപ്പോൾ KB എനർജിക്ക് ഒരു 66 മെഗാവാട്ടിൻ്റെ ഒരു ഹൈബ്രിഡ് പവർ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ഒരു ധൃതി ഉള്ളതുകൊണ്ട് മറ്റുള്ള ന്യൂസുകളിലേക്ക് പോകുന്നില്ല. നാളെ രാവിലെ ഏറെ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് എടുത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.